നമസ്കാരം. പ്രതിഭയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായ വൃത്തങ്ങളെ കുറിച്ചാണ്. വൃത്തങ്ങളെ കുറിച്ച് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ വൃത്തത്തെ കുറിച്ച് പഠിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചുള്ളത്? വൃത്തം എന്താണെന്നും വൃത്ത പരിധി എങ്ങനെ കാണാം, വൃത്തത്തിന്റെ പരപ്പളവ് കാണേണ്ട വിധം, പിന്നെ വൃത്തത്തിലെ ഞാൻ എന്താണ്, ചാപം, വൃത്തത്തിന്റെ ആരം, വൃത്തത്തിന്റെ വ്യാസം എന്നിവയെ കുറിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ക്ലാസ് എടുക്കുന്ന ദിവസം ആവശ്യമായി വരുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ടത് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു മട്ടത്രികോണം വരയ്ക്കണം കേട്ടോ. 6 സെന്റിമീറ്റർ കർണം വരത്തക്കണം, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ കർണം വരത്തക്കണം ഒരു മട്ടത്രികോണം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കുക? നമ്മൾ കർണം വരയ്ക്കുന്നു. AB 7 സെന്റിമീറ്റർ. ഇത് കർണമായി വരണം. മട്ടത്രികോണത്തിന്റെ കർണം എന്ന് പറയുന്നത് മട്ടകോണിന് എതിരെയുള്ള വശം. അപ്പൊ ഈ വശത്തിന് എതിരെയുള്ള കോണ് മട്ടകോണാണ്, അതായത് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കിവിടെ എയിൽ നിന്ന് പൊട്ടാക്ട് ഉപയോഗിച്ചിട്ട് ഒരു കോണ് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ 30 ഡിഗ്രി വരച്ചു കഴിഞ്ഞാല് ഈ ഭാഗത്ത് വരയ്ക്കേണ്ടത്, കാരണം ഇവിടെ വരേണ്ടത് മട്ടകോണാണ്. അപ്പൊ ഇത് ഒരു ത്രികോണത്തിന്റെ ആകെ കോണങ്ങളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 പോയി കഴിഞ്ഞാൽ ബാക്കി 30ഉം ഇവിടെ 90 ആകെ എത്ര വേണം നോക്കുക. എത്ര വേണ്ടി വരും? 60 വേണ്ടി. അപ്പൊ ഇവിടെ 60 ഡിഗ്രിയിൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ അത് വട്ടം അളന്ന് വരയ്ക്കുകയല്ല. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി. അപ്പൊ സ്വാഭാവികമായി മട്ടമായിരിക്കും. ഇത് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് വരയ്ക്കാം. ഇത് നമുക്ക് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ മറു സൈഡിൽ വേണമെങ്കിൽ ഇതേപോലെ കോണുകളിൽ ഈ 30, 60 എന്നുള്ളത് ഒരു കോണ് 90 കിട്ടണമെങ്കിൽ 2 കോണുകൾ അഥവാ 90 ആകത്തക്ക വിധം നമുക്ക് മട്ടത്രികോണം വരയ്ക്കാൻ കഴിയുന്നതാണ്. ഇത് നോക്കിയാ ഞാനിവിടെ ഒരു പൊതുവായിട്ടൊരു ലൈൻ AB എന്നൊരു ലൈൻ എടുത്തിട്ടുണ്ട്. ഈ ലൈനിന് 6 സെന്റിമീറ്റർ. ഇത് കർണമായി കിടത്ത കോണം കുറെ മട്ടത്രികോണം വരയ്ക്കുക. അപ്പൊ എയിൽ നിന്ന് ആദ്യം നമ്മുടെ ഒരു കോൺ എടുത്തിട്ട് ഒരു രേഖ ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്ത് ഇവിടെ നിന്നും ഇതേ ഭാഗത്തു നിന്ന് 90 ഡിഗ്രി അടുത്തൊക്കെ മറ്റൊരു വരയ്ക്കും. ഇത് രണ്ടാമത് കൂട്ടുന്നു. അടുത്തത് വീണ്ടും നമ്മുടെ ഇവിടെ നിന്നും മറ്റൊരു കോൺ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്ത കോണിൽ നിന്ന് വ്യത്യാസത്തിൽ കോൺ എടുക്കുക. അതും ഇവിടുത്തെ കോൺ 90 അതുകൊണ്ട് വീണ്ടും വരയ്ക്കുക. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ബന്ധം അനേകം മട്ടങ്ങൾ നമുക്കിങ്ങനെ ഈ ഭാഗത്ത് കിട്ടും. ഈ മട്ടത്രികോണത്തിന്റെ ശീർഷങ്ങളായി വരുന്ന ബിന്ദുക്കളെ പരിഗണിക്കുക. ഇവ ഉൾപ്പെടുന്ന നമുക്ക് വൃത്തം വരയ്ക്കാൻ മട്ടം. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ പൊതുവായ കർണം വരത്തക്കവരം നമുക്ക് കോണുകൾ വ്യത്യാസപ്പെടുത്തി അനേകം മട്ടത്രികോണം വരയ്ക്കാൻ കഴിയും. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ കർണം വരത്തക്കോണം നമുക്ക് AB എന്ന രേഖ കർണമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ 30 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് 60 എടുക്കണം. അടുത്തത് 45 ഉണ്ടെങ്കിൽ മറുഭാഗത്ത് 40 എടുക്കുക. 50 എടുക്കുന്നെങ്കിൽ 40 എടുക്കുക. ഇങ്ങനെ കോണുകൾ വ്യത്യാസപ്പെടുത്തി നമുക്ക് അനേകം മട്ടത്രികോണങ്ങൾ വരയ്ക്കാം. ഇങ്ങനെയുള്ള മട്ടത്രികോണങ്ങളുടെ ശീർഷങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഇവയെല്ലാം തന്നെ വൃത്തത്തിൽ ഇരുന്നായി കണക്കാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വസ്തുത ഇവിടെ നോക്കുക. വൃത്തത്തിലെ ഒരു ബിന്ദു P എന്നത് വൃത്തത്തിലെ ഒരു ബിന്ദു. ഈ ബിന്ദു നമ്മുടെ ഇതാ കാണുന്ന ഈ AB എന്നത് വൃത്തത്തിന്റെ വ്യാസമായിട്ടാണ് വരിക. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഇവിടെ കടന്നുപോകും. അപ്പൊ ഇവിടെ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണ് എല്ലായ്പ്പോഴും 90 ഡിഗ്രി. ഇത് നിങ്ങൾ താഴ്ന്ന ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇത് വൃത്തമാണ് കേട്ട. വൃത്തത്തിലെ വ്യാസം വരച്ചിട്ട് AB എന്ന വൃത്തം അല്ല AB ഒരു വൃത്തം, വൃത്തത്തിന്റെ വ്യാസം AB ആണ്. അപ്പൊ അതിന്റെ അഗ്രബിന്ദുക്കൾ എന്ന് പറയുന്നത് Aയും Bയും ആണ്. അപ്പൊ Aയും Bയും Aയിൽ നിന്നും Bയിൽ നിന്നും നമ്മുടെ വൃത്തത്തിലെ ഏതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അഗ്രബിന്ദുക്കൾ Aയും Bയും നമുക്കിങ്ങനെ വൃത്തത്തിലെ P എന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ഈ കോണ് 90 ഡിഗ്രി. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോണിന്റെ പറഞ്ഞ പേര്
അപ്പൊ വ്യാസം വരച്ചതിന്റെ വൃത്തം രണ്ട് ഭാഗങ്ങളാവുമല്ലോ. അപ്പൊ ഇതിന്റെ ഓരോ ഭാഗത്തെയും പറഞ്ഞ പേര് അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾസ് ആണ്. സെമി സർക്കിൾ. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോണം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോണം എല്ലായ്പ്പോഴും 90 ഡിഗ്രി. ഇത് നമ്മൾ താഴ്ന്ന ക്ലാസ് പഠിക്കും. ഇത് നമുക്ക് തെളിയിക്കാൻ കഴിയും. എങ്ങനെ തെളിയിക്കാം നോക്കാം. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ് തെളിയിക്കുന്നത്. ഞാൻ വൃത്തം വരച്ചു. അതിന്റെ കേന്ദ്രത്തിൽ കൂടെയുള്ള വ്യാസരേഖയാണ് വരച്ചു. വ്യാസരേഖയാണ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യാസരേഖാനത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന കോണ് 90 ഡിഗ്രി. അപ്പൊ വൃത്തത്തിലെ പി എന്ന ബിന്ദു അല്ലെ സി എന്ന ബിന്ദുവായിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ് വ്യാസരേഖാനത്തിന്റെ. ഈ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്രം O എന്ന് സിയെ നമ്മുടെ ഓയുമായിട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്കിവിടെ രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടി. അപ്പൊ കൂടെ സിയെ നമ്മള് ഓയുമായിട്ട് യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഏതൊക്കെയാണ്? ACO എന്ന ത്രികോണവും BOC എന്ന ത്രികോണം. ACO എന്ന ത്രികോണവും BOC എന്ന ത്രികോണം, രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺ സി, അതായത് കോൺ ACB 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. വ്യാസരേഖാനത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണ് 90 ഡിഗ്രിയാണ് തെളിയിക്കുക. അതായത് കോൺ സി ഇവിടെ 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്തത് സിയിൽ നിന്നും സിയും വൃത്തകേന്ദ്രമായിട്ട് യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ രണ്ട് ത്രികോണം കിട്ടി. ത്രികോണം AOCയും ത്രികോണം BOCയും. ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുക. നമുക്ക് കോൺ എയുടെ അളവ് x തരും, കോൺ ബിയുടെ അളവ് y തരും. ആദ്യം ത്രികോണം AOC പരിഗണിച്ചാൽ ത്രികോണം AOC പരിഗണിക്കുക. അവിടെ കോൺ A എത്രയാണെന്ന് പറഞ്ഞു? x. ഈ ത്രികോണം ശ്രദ്ധിക്കുക. AOC എന്ന ത്രികോണത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ OA എന്ന വശം, ത്രികോണത്തിന്റെ OA എന്ന വശം വൃത്തത്തെ സംബന്ധിച്ചുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. O വൃത്തകേന്ദ്രമാണ്, A വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. വൃത്തകേന്ദ്രവും വൃത്തത്തിലെ ഒരു ബിന്ദുവും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖാകരണത്തെ ആരം എന്നാണ് പറയുക. അതായത് ഇത് ആരരേഖാകരണം, OA ആരരേഖാകരണം. അതേപോലെ OCയും ആരരേഖാകരണം. അപ്പൊ OA OCയും ആരരേഖാകരണങ്ങളായതിനാൽ അവയുടെ നീളങ്ങൾ തുല്യമാണ്. അപ്പൊ ത്രികോണം AOCയിൽ OA സമം OC. ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാകുകയാണെങ്കിൽ ആ ത്രികോണത്തെ സമപാർശ്വ ത്രികോണം എന്ന് പറയും. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബേസ് ആംഗിൾസ് അല്ലെങ്കിൽ പാദകോണുകൾ തുല്യമാണ്. അപ്പൊ ഇവിടെ പാദകോണം എന്ന് പറഞ്ഞാൽ തുല്യമായി വരുന്ന വശങ്ങൾക്ക് എതിരെയുള്ള കോണം. ഇവിടെ തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണ്? OAയും OCയും. അപ്പൊ OAയും OCയും തുല്യമായ വശമാണ്. ഇവയുടെ എതിരെയുള്ള കോണം. അപ്പൊ OCയുടെ എതിരെ, OC എന്ന് പറഞ്ഞ വശത്തിന്റെ എതിരെയുള്ള കോണം എന്ന് പറയുന്നത് ഇതാ ഈ കോണാണ്, കോൺ A. അതേപോലെ OA എന്ന് പറയുന്ന വശത്തിന്റെ എതിരെയുള്ള കോണം എന്ന് പറയുമ്പോൾ ഇതാണ് ഈ കോണാണ്. അപ്പൊ ഇവ രണ്ട് തുല്യം. ഇത് x ആണെങ്കിൽ ഇത് x, ഇത് x. അടുത്തത് അതേപോലെ അപ്പൊ ഇവിടെ ത്രികോണം OCB പരിഗണിക്കുകയാണെങ്കിൽ, ത്രികോണം OCB പരിഗണിച്ചാൽ അവിടെ OB എന്നത് വൃത്തത്തിന്റെ ആരരേഖാകരണമാണ്, OC എന്നതും ആരരേഖാകരണമാണ്. അപ്പൊ ഇവിടെ OBയും OCയും ഇവിടെ തുല്യമാണ്. അതുകൊണ്ട് ത്രികോണം OBC ഒരു സമവാർഷിക ത്രികോണം. സമവാർഷിക ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമായി. അപ്പൊ അങ്ങനെ വരുമ്പോ തുല്യമായ വശം ഏതൊക്കെയാ? OCയും OBയും OC. OCയുടെ എതിരെയുള്ള വശം, OCയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഇതാണ് ആ കോണം. OBയുടെ എതിരെയുള്ള വശം ഇത് Y. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ ഇവിടെ Y ആയതുകൊണ്ട് ഇതും Y ആണ്. ഇനി നോക്കുക, ത്രികോണം ABC എന്ന ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ അതിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും അളവുകളുടെ തുക നോക്കാം. കോൺ A പ്ലസ് കോൺ ACB പ്ലസ്
സമം 120. അപ്പോൾ കോൺ എ എക്സ് പ്ലസ് കോൺ എ സി ബി. കോൺ എ സി ബി എന്ന് പറയുമ്പോൾ ഈ എക്സ് വരും, ഈ എക്സും ഈ വൈയും ചേർന്ന്, അതായത് എക്സ് പ്ലസ് വൈ, ഈ രണ്ട് കോൺ കൂടി ചേരുമ്പോൾ എ സി ബി ആണ്. പ്ലസ് വൈ സമം 120. എക്സും എക്സും കൂട്ടിയാൽ 2x പ്ലസ് വൈയും വൈയും കൂട്ടിയാൽ 2 സമം 120. 2x പ്ലസ് 2y സമം 120. നമുക്ക് ഈ സമവാക്യത്തെ 2 കൊണ്ട് വായിക്കാം. അപ്പോൾ x പ്ലസ് y സമം 120. എക്സും വൈയും ചേർന്നാൽ x പ്ലസ് y സമം 90. അപ്പൊ എക്സും വൈയും ചേർന്നാൽ 90. അപ്പൊ എക്സും വൈയും ചേരുന്ന ഈ കോൺ എ സി ബി ആണ്. കോൺ എ സി ബി 90. അതായത് അർത്ഥവൃത്തത്തിലെ കോണ് അളവ് എല്ലായ്പ്പോഴും മട്ടകോണായിരിക്കും. അർത്ഥവൃത്തത്തിലെ കോണിന്റെ അളവ് മട്ടകോണായിരിക്കും. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. അർത്ഥവൃത്തത്തിലെ കോണ് 180 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ ഒരു വ്യാസരേഖാകരണം വരച്ചിട്ട് ഈ വ്യാസരേഖാകരണത്തിന്റെ അഗ്രഹത്തില് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിക്കാൻ കിട്ടുന്ന കോണ് 90 ഡിഗ്രിയാണെന്ന് നമ്മൾ മനസ്സിലായി. ഇവിടെ ആയാലും എ സി ബി 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കിങ്ങനെ എത്ര കോണ് വരച്ചാൽ ആ കോണെല്ലാം തന്നെ 90 ഡിഗ്രി ആയിരിക്കും. ഏതെങ്കിലും നമുക്ക് മറ്റൊരു കോണ് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലും ഈ കോണ് 90 ആയിരിക്കും. ഇതാ വരച്ചിരിക്കുന്ന കോണുകളെല്ലാം തന്നെ 90 ഡിഗ്രിയാണ്. ഇവയെല്ലാം തന്നെ മട്ടകോണാണ്. അപ്പൊ മട്ടകോണ് കിട്ടുന്ന എപ്പോഴെന്ന് പറഞ്ഞാല് വ്യാസരേഖാകരണത്തിന്റെ അഗ്രഹത്തിൽ അവ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോഴാണ് മട്ടകോണ്. നമ്മുടെ വൃത്തത്തിലെ ബിന്ദു ഒഴികെ വൃത്തത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണം എന്താണ് നമുക്ക് പരിശോധിക്കാം. ഞാൻ മറ്റൊരു വൃത്തം വരച്ചു. അതിന്റെ വ്യാസരേഖാകരണമായിട്ട് എ ബി വരച്ചു. അപ്പോൾ വ്യാസരേഖാകരണത്തിന്റെ അഗ്രഹത്തില് വൃത്തത്തിന്റെ ഉള്ളിലുള്ള ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഉള്ളില് പി എന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചു. ഈ കോൺ എ പി ബി എത്ര ഡിഗ്രിയാണെന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ട് എ പി ബി എത്ര ഡിഗ്രിയാണെന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് കാര്യം ചെയ്യാം. ഈ എ പി എ വൃത്തത്തിലേക്ക് നമുക്ക് നീട്ടി വരാം. അത് വൃത്തത്തിലെ സി എന്ന ബിന്ദുവുമായി യോജിച്ചു. സിയും ബിയുമായിട്ട് യോജിച്ചു. നമുക്ക് നേരത്തെ പഠിച്ചു. ഇത് എ ബി എന്നത് വ്യാസമാണ്, സി എന്നത് വൃത്തത്തിലെ ബിന്ദുവാണ്. അപ്പോ വൃത്തത്തിലെ ബിന്ദുവും വ്യാസരേഖാകരണത്തിന്റെ അഗ്രഹത്തിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണ മട്ടകോണായിരിക്കും. അപ്പൊ ആ കോൺ സി 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണം പി ബി സി എന്നത് മട്ടകോണാണ്. ആ മട്ടകോണത്തില് ഒരു കോണ് 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ മറ്റു രണ്ട് കോണുകളുടെയും തുക 90 ഡിഗ്രി. അപ്പൊ കോൺ സി 90 ആയതുകൊണ്ട് ഇതാണ് ഈ കോൺ. ഈ കോൺ നമ്മുടെ കോൺ സി പി ബി പ്ലസ് കോൺ സി ബി പി നമുക്കറിയുന്നത് കോൺ എ പി ബിയുടെ അളവെത്താണ്. ഈ കോണത്താണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇതാണ് ഈ ത്രികോണത്തെ ഞാൻ ഈ വൃത്തത്തിൽ നിന്നും ഇളക്കി മാറ്റി പ്രത്യേകം വരയ്ക്കും. അപ്പോ ഇതാ സി എ എന്ന വര, ഇതാണ് ഈ വര. പിന്നെ അതിനകത്ത് ഒരു മട്ടത്രികോണമുണ്ട്. ഇത് മട്ടത്രികോണം. ഇവിടെ ഒരു കോണുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഈ കോണാണ് ലഭിക്കുന്നത്. അപ്പൊ നോക്കാം. പി സി ബി എന്ന ത്രികോണം, അതിലെ സി പി എന്ന വശത്തെ നീട്ടി വെച്ചു. അപ്പൊ ഉണ്ടാകുന്നതായ കോൺ ബി പി എ എന്ന അല്ലെങ്കിൽ എ പി ബി എന്ന മറ്റൊരു കോൺ ഉണ്ടാകുന്നത്. ഈ കോണ് ഈ ത്രികോണത്തിന്റെ ബാഹ്യകോണാണ് പറയുക. അപ്പോൾ ത്രികോണത്തിന്റെ ഒരു വശത്ത് നീട്ടി വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന കോണിന്റെ പറഞ്ഞ പേര് ബാഹ്യകോണം. ഈ ത്രികോണത്തിന്റെ ബാഹ്യകോണം
ത്രികോണത്തിന്റെ ആന്തര കോണുകൾ തമ്മിൽ ബന്ധം. എന്താണ് നമ്മൾ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ? എന്താണ് ഒരു ത്രികോണത്തിന്റെ ബാഹ്യ കോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണിന്റെ അളവുകളുടെ തുകയ്ക്ക് തുല്യമായി. അപ്പൊ ത്രികോണത്തിന്റെ ബാഹ്യ കോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണുകളുടെ അളവുകളുടെ തുകയ്ക്ക് തുല്യമായി. അതായത് കോൺ APB എന്നത് ആന്തര വിദൂര കോൺ. അപ്പൊ ഇത് ബാഹ്യ കോണിന്റെ അടുത്തുള്ള കോണാണ്. അപ്പൊ വിദൂര കോൺ എന്ന് പറയുന്നത് രണ്ടുമാണ്, ആന്തര വിദൂര കോൺ. കോൺ C പ്ലസ് ഇതാണ് കോൺ B. കോൺ C എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാണ്? 90 പ്ലസ് കോൺ B. അതായത് കോൺ APB യുടെ അളവ് 90 അധികം കോൺ B 90-നേക്കാൾ വലുതാണ്. അതായത് ഈ കോൺ 90-നേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നതാണ് ബഹത്കോൺ. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസരേഖാകരണങ്ങളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട്, വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവുമായിട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന കോണ് ബഹത്കോണായിരിക്കും. അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കിട്ടിയത് വ്യാസരേഖാകരണത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചു കിട്ടിയ കോണാണ്. അടുത്തത് നമ്മുടെ വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായിട്ടാണ് വ്യാസരേഖാകരണത്തെ യോജിപ്പിക്കുന്നതെങ്കിൽ കിട്ടുന്ന കോൺ എന്തായിരിക്കും പരിശോധിക്കാം. ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിന്റെ വ്യാസരേഖയാണ് B2 എന്നിരിക്കട്ടെ. R എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോൺ PRQ എന്നാണ് പരിശോധിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. നമുക്കിവിടെ PQ വൃത്തത്തെ കണ്ടിച്ച പോയിന്റിന് ഞാൻ A കൊടുക്കുകയാണ്. Aയും Qയുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഈ കോണ എത്രയാണെന്ന് 90 ഡിഗ്രി. കാരണം A എന്നത് വൃത്തത്തിലെ ബിന്ദുവാണ്. അതിന് വ്യാസരേഖാകരണത്തിന്റെ അഗ്രബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോണ് 90 ഡിഗ്രി. നമുക്ക് ഈ ത്രികോണത്തെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇളക്കി മാറ്റാം. RP എന്ന ഈ ലൈൻ വരച്ചിട്ടുണ്ട്. അത് വൃത്തത്തെ കട്ട് ചെയ്യുന്ന പോയിന്റ് A അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വൃത്തത്തിലെ മറ്റൊരു പോയിന്റ് അയാളെ Q അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇവിടെ 90 ഡിഗ്രിയാണ്. നമുക്ക് ഈ കോണാണ് അറിയുന്നത്. അപ്പൊ ഇവിടെ ത്രികോണം ARQ എന്ന ത്രികോണത്തിന്റെ ബാഹ്യ കോണാണ് ഈ കാണുന്ന കോൺ PAQ. കോൺ PAQ എന്നുള്ളത് ത്രികോണം ARQന്റെ ബാഹ്യ കോൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ത്രികോണത്തിന്റെ ബാഹ്യകോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണുകളുടെ അളവുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ PAQ എന്ന കോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണം ഈ രണ്ട് കോണുമാണ്. ഇത് സമീപത്തുള്ള കോണാണ്. കോൺ R-ന്റെയും കോൺ Q-ന്റെയും തുകയ്ക്ക് തുല്യമായി. അപ്പൊ ഇത് കോൺ PAQ 90 ഡിഗ്രി. അപ്പൊ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളുടെ തുക 90 തുല്യമായി. അതായത് കോൺ R പ്ലസ് കോൺ Q സമം 90. അങ്ങനെയാണെങ്കിൽ കോൺ R സമം 90 മൈനസ് കോൺ. ഇവിടെ കോൺ R എന്നത് 90-നേക്കാൾ കുറവാണ്. നമ്മളിപ്പോൾ പ്രധാന പഠിച്ചത് 3 പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ്? ഒരു വൃത്തത്തിന്റെ വ്യാസരേഖാകരണത്തെ വൃത്തത്തിന്റെ അഗ്രബിന്ദുക്കളുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതാണ് വൃത്തത്തിലെ വ്യാസരേഖാകരണത്തിന്റെ കോണുകളെ നമ്മുടെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ടാണ് യോജിപ്പിക്കുന്നത് കിട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിനകത്താണ് യോജിപ്പിക്കുന്നതെങ്കിൽ ഒരു വൃത്തം വരച്ചിട്ട് വ്യാസരേഖാകരണത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിനകത്തുള്ള ഒരു പോയിന്റുമായിട്ടാണ് യോജിപ്പിക്കുന്നതെങ്കിൽ കിട്ടുന്ന കോണ് ഇത് 90-നേക്കാൾ വലുതായിരിക്കും. വൃത്തത്തിന് പുറത്താണ് വരുന്നതെങ്കിൽ 90-നേക്കാൾ കുറവായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ക്ലാസ്സിൽ പഠിച്ച 3 പോയിന്റുകളും ഇത് 3-മാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വൃത്തത്തിലെ വ്യാസരേഖാകരണത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. വ്യാസരേഖാകരണത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ അന്തർഭാഗത്തുള്ള അല്ലെങ്കിൽ വൃത്തത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക
നോക്കുമ്പോൾ ലഭിക്കുന്ന കോണ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായിട്ടാണ് വ്യാസരേഖാനത്തിന്റെ അഗ്രഹത്തിന്റെ എന്തെങ്കിലും കിട്ടുന്ന കോണ് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്